Good morning all. നമ്മൾ നോക്കുന്നത് റാഫ് ഫൗണ്ടേഷന്റെ കണ്ടിന്യൂഷൻ ആണ്. സേഫ് ബെയറിംഗ് പ്രഷേഴ്സ് ഫോർ മാറ്റ് ഫൗണ്ടേഷൻസ് ഓൺ സാൻഡ് ആൻഡ് ക്ലേ. മാറ്റ് ഫൗണ്ടേഷൻസ് സാൻഡ് അല്ലെങ്കിൽ ക്ലേയിൽ വരുമ്പോൾ ഉണ്ടാകുന്ന ചേഞ്ചസ് ആണ് നോക്കുന്നത്. ഓക്കെ, ഫസ്റ്റ് വൺ, മാറ്റ് ഫൗണ്ടേഷൻ ഓൺ സാൻഡ്. Bearing capacity based on shear failure criteria in cohesionless soils proportional to width of footing. Okay, so cohesionless soils like sand. Okay, cohesionless soil മാറ്റ് ഫൗണ്ടേഷൻസ് വരുമ്പോൾ അവിടുത്തെ ബെയറിംഗ് കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് പ്രൊപ്പോർഷണൽ ടു വിഡ്ത്ത് ഓഫ് ദ ഫൂട്ടിംഗ്. ഓക്കെ, ഫൂട്ടിംഗ് ഓഫ് റാഫ് ഫൗണ്ടേഷൻ. ഓക്കെ, റാഫ് ഫൗണ്ടേഷന്റെ ഫൂട്ടിങ്ങിന് പ്രൊപ്പോർഷണൽ ആയിരിക്കും അവിടുത്തെ ബെയറിംഗ് കപ്പാസിറ്റി എന്ന് പറയാം. ഓക്കെ, അപ്പോൾ നമുക്കറിയാം റാഫ് ഫൗണ്ടേഷന്റെ എന്താണ് വിഡ്ത്ത് എന്ന് പറഞ്ഞാൽ വളരെ കൂടുതലാണ് അല്ലേ. ആസ് ദ വിഡ്ത്ത് ഓഫ് ദ റാഫ് ഫൗണ്ടേഷൻ ഈസ് വെരി ലാർജ്, സോ ദ ഷിയർ ഫെയിലിയർ കപ്പാസിറ്റി ഈസ് വെരി ഹൈ. ഓക്കെ, അപ്പൊ അതിന്റെ ബെയറിംഗ് കപ്പാസിറ്റി എന്ന് പറയുന്നത് തന്നെ വളരെ കൂടുതലായിരിക്കും. സോ ദ നോർമൽ സെറ്റിൽമെന്റ് ക്രൈറ്റീരിയ ഗവേഴ്സ് ഫോർ റാഫ് ഫോർ കോഹെഷൻലെസ് സോയിൽ. ഓക്കെ, അപ്പൊ കോഹെഷൻലെസ് സോയിൽ നമ്മൾ അതുകൊണ്ട് തന്നെ എന്താണ് നോർമൽ സെറ്റിൽമെന്റ് ക്രൈറ്റീരിയ ആണ് കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ വിഡ്ത്തിന്റെ കേസാണ്, അതായത് വിഡ്ത്തും ബെയറിംഗ് കപ്പാസിറ്റിയും തമ്മിലുള്ള ആ ഒരു റിലേഷൻ ആണ് പറയുന്നത് അല്ലെ. വിഡ്ത്ത് കൂടുതലാണ്, അതുകൊണ്ട് തന്നെ എന്താണ് ബെയറിംഗ് കപ്പാസിറ്റി കൂടുതലായി. അതുകൂടാതെ നമുക്കറിയാം റാഫ്റ്റ് എന്ന് പറയുന്ന ഒരു റിജിഡ് സ്ട്രക്ചർ ആണ് അല്ലെ, ഒരു ഒറ്റ സ്ട്രക്ചർ ആണ്, റിജിഡ് സ്ട്രക്ചർ ആണ്. സോ ദ സെറ്റിൽമെന്റ് ഈസ് യൂണിഫോം ആൻഡ് ഹെൻസ് ദ സെറ്റിൽമെന്റ് പ്രഷർ ക്യാൻ ബി ഇൻക്രീസ്ഡ് ബൈ 100% ഓവർ ദ വാല്യൂസ് അലോട്ട് ഫോർ സ്പ്രെഡ് ഫൂട്ടിങ്സ്. ഓക്കെ, ഇപ്പൊ സിംഗിൾ സ്പ്രെഡ് ഫൂട്ടിങ്സ് ഉണ്ടല്ലോ, സിംഗിൾ സ്പ്രെഡ് ഫൂട്ടിങ്സിന്റെ സെറ്റിൽമെന്റ് പ്രഷറിനേക്കാളും വളരെ കൂടുതലായിരിക്കും. ഓക്കെ, അതായത് കൂടുതൽ അലോബിൾ പ്രഷർ ആയിരിക്കും നമ്മുടെ റാഫ് ഫൗണ്ടേഷൻ ഉള്ളത്. 100% ഓവർ, ദാറ്റ് മീൻസ് ഡബിൾ ആയിരിക്കും. സ്പ്രെഡ് ഫൂട്ടിങ് എന്താണോ ബെയർ ചെയ്യാൻ പറ്റുന്നത് അതിന്റെ ഡബിൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, റാഫ് ഫൗണ്ടേഷന് ബെയർ ചെയ്യാൻ പറ്റും. ഓക്കെ, സെറ്റിൽമെന്റ് പ്രഷർ ആണ് അതിൽ എക്സെപ്റ്റ് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെയുള്ള നെറ്റ് പ്രഷർ, നെറ്റ് അലോബിൾ പ്രഷർ ആണ് കണ്ടുപിടിച്ചേക്കുന്നത് QNA. QNAയുടെ ഇക്വേഷൻ ആണ് എഴുതിയിരിക്കുന്നത്. ഓക്കെ, അപ്പൊ അതിൽ RD ആർഗാമ എന്ന് പറയുന്ന രണ്ട് ടേംസ് വരുന്നു. ആ രണ്ട് ടേംസും കണ്ടുപിടിക്കുന്ന ഇക്വേഷനും തന്നിട്ടുണ്ട്. ഓക്കെ, അതിലെ ബി ആണ് വളരെ, നമുക്കറിയാം ബി നമ്മൾ പറഞ്ഞു ബിയുടെ വാല്യൂ മാറുന്നതനുസരിച്ച് എന്താണ് ബെയറിംഗ് കപ്പാസിറ്റിയും ചേഞ്ച് ചെയ്യുന്നു. അപ്പൊ ബിയുടെ വാല്യൂ ആണ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നത്. അതുകൊണ്ട് തന്നെ ബി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എന്താണ് വളരെ വാല്യൂ ആണ് അല്ലേ. ബി പ്ലസ് 0.3 എന്ന് പറയുന്നപ്പോൾ നമുക്ക് എന്താ ബി പ്ലസ് 0.3 അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു ബി എന്ന് നമുക്ക് എഴുതാം. സോ ഇക്വേഷൻ എന്താണ്, ഇക്വേഷനിൽ ഒരു ടേം വരുന്നുണ്ട് അല്ലെ, ബി പ്ലസ് 0.3 ഡിവൈഡ് ബൈ 2b എന്ന് പറയുന്ന ഒരു ടേം വരുന്നുണ്ട്. അപ്പൊ ബി പ്ലസ് 0.3 നമുക്ക് ബി എന്ന് എഴുതാം, ബി ബൈ 2b വിച്ച് ഈസ് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു ഹാഫ്. അപ്പൊ ഇക്വേഷൻ എന്തായിട്ട് മാറും, Q നെറ്റ് അലോബിൾ പ്രഷർ QNA is equal to 17.5 in minus 3 RD ആർഗാമ എന്ന് പറയും. ഓക്കെ, അപ്പൊ ഇതാണ് കോഹെഷൻലെസ് സോയിലില് റാഫ് ഫൗണ്ടേഷൻ വന്നാൽ അവിടെ ഉണ്ടാകുന്ന അലോബിൾ ബെയറിംഗ് പ്രഷർ എന്ന് പറഞ്ഞാൽ. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് റാഫ് ഫൗണ്ടേഷൻ ഓൺ ക്ലേ. നമുക്ക് തന്നെ അറിയാം എന്താണ് ഡെപ്ത് ഇൻക്രീസ് ചെയ്യുന്നതനുസരിച്ച് എന്താണ് അതിൽ പ്രഷർ, ബിൽഡിംഗ് എക്സേർട്ട് ചെയ്യുന്ന പ്രഷർ എന്ന് പറയുന്നത് കറസ്പോണ്ടിങ് ഇൻക്രീസ് ആണ് അല്ലേ. നമ്മളൊരു ഡെപ്ത്, നമ്മളൊരു ഫൗണ്ടേഷന്റെ ഡെപ്ത് ഇൻക്രീസ് ചെയ്യുന്നതനുസരിച്ച് തന്നെ ബിൽഡിംഗ് എക്സേർട്ട് ചെയ്യുന്ന പ്രഷറും കറസ്പോണ്ടിങ് ഇൻക്രീസ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഇനി ഈ ഫൂട്ടിങ് ക്ലേയിൽ വരികയാണെങ്കിൽ എന്താണ്, റാഫ് ഫൗണ്ടേഷൻ ക്ലേയിൽ വരികയാണെങ്കിൽ എന്താണ് അതിന്റെ ഫാക്ടർ ഓഫ് സേഫ്റ്റി ആണ് നമ്മളിവിടെ കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, നോർമൽ ലോഡ്സ് ആണെങ്കിൽ ഫാക്ടർ ഓഫ് സേഫ്റ്റി ഷുഡ് നോട്ട് ബി ലെസ് ദാൻ 3 ആയിരിക്കണം. ഓക്കെ, എക്സ്ട്രീം ലോഡ്സ് ആണെങ്കിൽ ഷുഡ് നോട്ട് ബി ലെസ് ദാൻ 2 ആയിരിക്കും. ഓക്കെ, അപ്പൊ രണ്ട് ഫാക്ടർ ഓഫ് സേഫ്റ്റി കണ്ടീഷൻസ് ആണ് റാഫ് ഫൗണ്ടേഷൻ ക്ലേയിൽ വരുമ്പോൾ ഇവിടെ പറയുന്നത്. ഓക്കെ, പിന്നെ നെക്സ്റ്റ് പറയുന്നത് നെറ്റ് സേഫ് പ്രഷർ ഷുഡ് ബി ഡിസൈഡഡ് ഓൺ ദി ബേസ് ഓഫ് പെർമിസിബിൾ സെറ്റിൽമെന്റ്. ഇപ്പോൾ റാഫ് ഫൗണ്ടേഷൻ ക്ലേയിൽ വരുമ്പോൾ അവിടുത്തെ ബെയറിംഗ് കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ സേഫ് പ്രഷർ, അലോബിൾ പ്രഷർ എന്ന് പറഞ്ഞാൽ പെർമിസിബിൾ സെറ്റിൽമെന്റിന്റെ ബേസിലായിരിക്കും കണ്ടുപിടിക്കുന്നത്. ഓക്കെ, അപ്പൊ അത് സ്കെംപ്റ്റൺസ് ഇക്വേഷൻ എന്ന് പറയുന്ന ഒരു ഇക്വേഷൻ വരുന്നുണ്ട്. സ്കെംപ്റ്റൺസ് ഡിറൈവ് ചെയ്ത ഒരു ഇക്വേഷൻ ആണ് QNU, നെറ്റ് അൾട്ടിമേറ്റ് ബെയറിംഗ് കപ്പാസിറ്റി. QNE is equal to CNC. പിന്നെ NC കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ തന്നിട്ടുണ്ട്. ഓക്കെ, DFB BL ഡെപ്ത്
വിഡ്ത്ത്, ലെങ്ത്. ഓക്കെ, ഇത് മൂന്നും യൂസ് ചെയ്തിട്ടാണ് NC നമുക്ക് ഇവിടെ കണ്ടുപിടിക്കുന്നത്. As B is very large, normally DF by B is less than 2.5. ഓക്കെ, ബിയുടെ വാല്യൂ വളരെ കൂടുതലായതുകൊണ്ട് തന്നെ DF by B എന്ന് പറയുന്നത് 2.5നേക്കാൾ എന്താണ് കുറവായി. ഓക്കെ, അപ്പോൾ രണ്ട് കേസാണ് ഇവിടെ പറയുന്നത്. റാഫ്റ്റ് ഫൗണ്ടേഷൻ ക്ലേയിൽ വരുമ്പോഴും സാൻഡിൽ വരുമ്പോഴും. അപ്പോൾ ഈ രണ്ട് ഇക്വേഷൻസും നോട്ട് ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ് ഒരു ഇമ്പോർട്ടൻറ്റ് സെക്ഷൻ ആണ് ഫ്ലോട്ടിംഗ് ഫൗണ്ടേഷൻസ്. എന്താണ് ഫ്ലോട്ടിംഗ് ഫൗണ്ടേഷൻസ് എന്ന് പറയുന്നത്? എ ഫ്ലോട്ടിംഗ് ഫൗണ്ടേഷൻ for a building can be defined as a foundation in which the weight of the building is approximately equal to the full weight of the soil removed from the site of the building. Okay, ഫ്ലോട്ടിംഗ് ഫൗണ്ടേഷന്റെ ഡെഫിനിഷൻ എന്താണ് പറയുന്നത്? ഒരു ബിൽഡിങ്ങിന്റെ ഫൗണ്ടേഷനെ ഫ്ലോട്ടിംഗ് ഫൗണ്ടേഷൻ എന്ന് പറയുന്നത് എപ്പോഴാണ്? ദ വെയിറ്റ് ഓഫ് ദ ബിൽഡിംഗ് ഈസ് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു ദ ഫുൾ വെയിറ്റ് ഓഫ് ദ സോയിൽ റിമൂവ്ഡ് ഫ്രം ദ സൈറ്റ്. ഇപ്പൊ നമുക്കൊരു ബിൽഡിംഗ് കൺസ്ട്രക്ട് ചെയ്യാനായിട്ട് നമുക്ക് എന്താണ് ഒരു ഡെപ്തിൽ എക്സ്കവേറ്റ് ചെയ്യേണ്ടി വരും അല്ലേ? അപ്പോൾ എക്സ്കവേറ്റ് ചെയ്ത് മാറ്റിയ റിമൂവ് ചെയ്ത ആ സോയിലിന്റെ വെയിറ്റ് തന്നെയാണ് ആ ബിൽഡിങ്ങിന്റെ വെയിറ്റ് എങ്കിൽ, ഓക്കെ, റിമൂവ് ചെയ്ത സോയിലിന്റെ വെയിറ്റ് തന്നെയാണ് ആ ടോട്ടൽ ബിൽഡിങ്ങിന്റെ വെയിറ്റ് എങ്കിൽ നമുക്ക് എന്ത് പറയാം? അത് ഫ്ലോട്ടിംഗ് ഫൗണ്ടേഷൻ ആണെന്ന് പറയാം. ഓക്കെ, നമുക്ക് നോക്കാം, എക്സ്പ്ലെയിൻ ചെയ്യാം. എന്താണ് ഈ ഫിഗറിൽ കൊടുത്തിട്ടുണ്ട്? എ എന്ന് പറയുന്ന ഒരു ഫിഗർ. ഓക്കെ, ഫിഗർ എയിൽ എന്താണ്? ഒരു ഗ്രൗണ്ട് സർഫസ് ആണ് അല്ലെ? ബിയിൽ എക്സ്കവേഷൻ വരുന്നുണ്ട്, സിയിൽ ബിൽഡിംഗ് വരുന്നുണ്ട്. ഓക്കെ, നമുക്ക് ഓരോരോ സ്റ്റെപ്പായിട്ട് നോക്കാം. എന്താണ് പ്രിൻസിപ്പിൾ ഓഫ് ഫ്ലോട്ടേഷൻ എക്സ്പ്ലെയിൻ ചെയ്യാണ്. ഫിഗർ എയിൽ എന്താണ് പറയുന്നത്? ഷോസ് എ ഹൊറിസോണ്ടൽ ഗ്രൗണ്ട് സർഫസ് വിത്ത് വാട്ടർ ടേബിൾ അറ്റ് എ ഡെപ്ത് DW ബിലോ ദ ഗ്രൗണ്ട് സർഫസ്. ഓക്കെ, എയിൽ ഒരു ഗ്രൗണ്ട് സർഫസ് കാണിക്കുന്നു. DW വാട്ടർ ടേബിൾ ആണ് ആ ഗ്രൗണ്ട് സർഫസിൽ വരുന്നത്. രണ്ടാമത്തെ ഫിഗറിൽ വരുമ്പോൾ എന്താണ്? നമ്മളൊരു എക്സ്കവേഷൻ ക്രിയേറ്റ് ചെയ്യുന്നു, ഒരു എക്സ്കവേഷൻ ഉണ്ടാക്കുന്നു. ഡെപ്ത് D ആണ്, DWനേക്കാളും താഴെയായിട്ടാണ് വരുന്നത് ഡെപ്ത് വരുന്നത് അല്ലെ? അപ്പൊ D ഗ്രേറ്റർ ദാൻ DW ആണ്. രണ്ടാമത്തെ ഫിഗറിൽ എന്താണ്? നമ്മൾ ആ ഒരു സൈറ്റിൽ തന്നെ ഒരു ഡെപ്ത് ക്രിയേറ്റ് ചെയ്യാം അല്ലെ? ആ സൈറ്റിൽ ഒരു ഡെപ്ത് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്, D എക്സ്കവേഷൻ എടുക്കുന്നു. ഓക്കെ, തേർഡ് സ്റ്റെപ്പിൽ ഷോസ് എ സ്ട്രക്ചർ ബിൽറ്റ് ഇൻ ദ എക്സ്കവേഷൻ ആൻഡ് കംപ്ലീറ്റ്ലി ഫിൽ. ഓക്കെ, മൂന്നാമത്തെ ഫിഗറിൽ നമ്മൾ ആ എക്സ്കവേറ്റ് ചെയ്ത ആ ഒരു സൈറ്റിൽ ആ ഒരു എക്സ്കവേഷനിൽ നമ്മൾ എന്താണ് ഫൗണ്ടേഷൻ കിട്ടുന്നു, ബിൽഡിംഗ് കംപ്ലീറ്റ് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ഒരു ഗ്രൗണ്ടിൽ എക്സ്കവേഷൻ എടുത്ത് ആ ഒരു എക്സ്കവേഷനിൽ ഫൗണ്ടേഷൻ ചെയ്ത് കംപ്ലീറ്റ് ഒരു ബിൽഡിംഗ് ചെയ്തേക്കുന്നതാണ് കാണിച്ചത്. ഓക്കെ, 3 സ്റ്റേജസ് ആയിട്ടാണ് പറയുന്നത്. ഇതെങ്ങനെയാണ് ഫ്ലോട്ടിംഗ് ഫൗണ്ടേഷൻ ആയി മാറുന്നതെന്ന് നോക്കാം. ഇപ്പോഴാണ് ഇഫ് ദ വെയിറ്റ് ഓഫ് ദ ബിൽഡിംഗ് ഈസ് ഈക്വൽ ടു ദ weight of the soil and water removed from the excavation, then it is clear that the total vertical stress on the soil below the depth D is same as in the figure A. Okay, എന്താ പറയുന്നത്? ഇപ്പോൾ D എന്ന് പറയുന്ന ഈ ഒരു എക്സ്കവേഷനിൽ നമ്മൾ കുറെ സോയിൽ റിമൂവ് ചെയ്യാം അല്ലേ? അപ്പോൾ നമ്മൾ റിമൂവ് ചെയ്ത് മാറ്റിയ ആ സോയിലിന്റെ വെയിറ്റ്, സോയിൽ, വാട്ടർ എല്ലാം വരുന്നുണ്ട് ഈ ഒരു ഏരിയയിൽ. എന്തൊക്കെയാണ് വരുന്നത്? സോയിൽ വരുന്നുണ്ട്, വാട്ടർ വരുന്നുണ്ട്, എല്ലാം വരുന്നുണ്ട് അല്ലേ? അതെല്ലാം കൂടി നമ്മൾ റിമൂവ് ചെയ്ത് മാറ്റുകയാണ്. അപ്പോൾ അതിന്റെ വെയിറ്റ് തന്നെയാണ് ഈ കംപ്ലീറ്റ് സ്ട്രക്ചറിന്റെയും വെയിറ്റ് എങ്കിൽ, ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈ ഒരു ബിൽഡിങ്ങിന്റെ ഫൗണ്ടേഷൻ നമുക്ക് എന്തെന്ന് പറയാം? ഫ്ലോട്ടിംഗ് ഫൗണ്ടേഷൻ എന്ന് പറയാം. ഓക്കെ, അപ്പൊ ഇങ്ങനെ വരുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു ചേഞ്ച് എന്താണ്? അതായത് ഈ ഒരു സോയിൽ ഇവിടെ ഇരുന്നപ്പോൾ ഇവിടെ എന്തൊക്കെ ചേഞ്ചസ് ആണ് ഉണ്ടായത്? എന്തൊക്കെ സെറ്റിൽമെന്റ് ആണ് ഉണ്ടായിരിക്കുന്നത്? അല്ലെങ്കിൽ എന്ത് ലോഡാണ് ഇത് എക്സേർട്ട് ചെയ്യുന്നത്? അത് തന്നെയായിരിക്കും, സെയിം തന്നെയായിരിക്കും എന്താണ് ഈ ബിൽഡിംഗ് കൺസ്ട്രക്ട് ചെയ്താലും ഉണ്ടാകും. ഓക്കെ, അതായത് ഈ എക്സ്കവേറ്റ് ചെയ്ത് മാറ്റിയ സോയിലിന്റെ അതേ വെയിറ്റ് ആണ് ഈ ബിൽഡിങ്ങിന് വരുന്നത്. അപ്പോൾ ഈ സോയിൽ ഇവിടെ ഉണ്ടായിരുന്നപ്പോൾ എങ്ങനെയായിരുന്നു ഇതിന് ചുറ്റും ഉണ്ടാകുന്ന ചേഞ്ചസ്, അത് എക്സേർട്ട് ചെയ്യുന്ന ചേഞ്ചസ് സെയിം തന്നെയായിരിക്കും ഈ ബിൽഡിങ്ങും എക്സേർട്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ ഉണ്ടാകുന്ന വെർട്ടിക്കൽ സ്ട്രെസ് അല്ലെങ്കിൽ വെർട്ടിക്കൽ പ്രഷർ എന്ന് പറഞ്ഞാൽ ഈ ബിൽഡിംഗ് കൺസ്ട്രക്ട് ചെയ്തതിന് ശേഷവും സെയിം തന്നെയായിരിക്കും, ഒരു മാറ്റവും ഉണ്ടാകുന്നില്ല. ഓക്കെ, അതാണ് നമ്മൾ എഴുതിയിരിക്കുന്നത് നെറ്റ് ബെയറിംഗ് പ്രഷർ QN ഈസ് ഈക്വൽ ടു ക്യാപിറ്റൽ QA മൈനസ് ഗാമ DF എന്ന് എഴുതിയിരിക്കും. ഓക്കെ, Q/A നമുക്കറിയാം എന്താണ്? QU അൾട്ടിമേറ്റ് ബെയറിംഗ് കപ്പാസിറ്റി മൈനസ് ഗാമ DF ചെയ്യുമ്പോൾ എന്താണ്? നെറ്റ് ബെയറിംഗ് പ്രഷർ നമുക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ ഇത് രണ്ട് കേസിലും നെറ്റ് ബെയറിംഗ് പ്രഷർ എന്ന് പറഞ്ഞാൽ ഈക്വൽ തന്നെ ആയിരിക്കും. ഓക്കെ,
Since there is no change in water level, the neutral pressure and effective pressure remain unchanged. Okay, അതായത് വാട്ടർ ലെവലിൽ മാറ്റം ഉണ്ടാവുന്നില്ല. അതായത് ബിൽഡിംഗ് കൺസ്ട്രക്ട് ചെയ്യുന്നതിന് മുന്നും അതിന് ശേഷവും എന്താണ് വാട്ടർ ലെവൽ മാറുന്നില്ല. അതുകൊണ്ട് തന്നെ എന്താണ് ഫോർ വാട്ടർ പ്രഷർ, ന്യൂട്രൽ പ്രഷർ അതിനും മാറ്റമില്ല, എഫക്റ്റീവ് പ്രഷറിനൊന്നും ഒരു ചേഞ്ചസ് വരും. Okay, so if we could move from figure A to figure C without coming across the intermediate case of B, the building would not settle all, since an increase in the effective vertical pressure cause settlements. ഓക്കെ, അതായത് ഇപ്പം എന്താ പറയുന്നത്, ഫിഗർ എ മുതൽ ഫിഗർ ബി വരെ, ഫിഗർ എ ബി സി നമ്മൾ നോക്കുക. അപ്പോൾ നമ്മൾ എന്താ ഈ ബി എന്ന് പറയുന്ന ഫിഗർ നോക്കുന്നില്ല, എ സി മാത്രം നോക്കുകയാണ്. അപ്പോൾ എയും സിയും നമ്മൾ കൺസിഡർ ചെയ്താലും അവിടെ യാതൊരു തരത്തിലുള്ള സെറ്റിൽമെന്റ് അവിടെ ഉണ്ടാകുന്നില്ല. ഓക്കെ, അത് എയിൽ എങ്ങനെയാണോ ഇരുന്നത്, ആ സോയിൽ ഇരുന്നപ്പോൾ അവിടെ എങ്ങനെയാണോ അവിടെ സ്ട്രെസ് ഉണ്ടായത്, സെറ്റിൽമെന്റ് ഉണ്ടായത്, അതേ കേസ് തന്നെയായിരിക്കും സി എന്ന ഫിഗർ എടുക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ ബിൽഡിങ്ങിന് എക്സ്ട്രാ ഒരു പ്രഷർ അല്ലെങ്കിൽ സ്ട്രെസ് വരുമ്പോൾ മാത്രമേ ഇവിടെ സെറ്റിൽമെന്റ് ഉണ്ടാകത്തുള്ളൂ. ഓക്കെ, അതാണ് ആ പോയിന്റ് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഓൾറെഡി പറഞ്ഞു നെറ്റ് ബെയറിംഗ് പ്രഷർ ഈസ് ഈക്വൽ ടു ക്യൂ ബൈ എ മൈനസ് ഗാമ ഡി എഫ് എന്ന് പറഞ്ഞു അല്ലേ. അപ്പോൾ എന്താണ് ക്യൂ ബൈ എ ഈസ് ഈക്വൽ ടു ഗാമ ഡി എഫ്. ഗാമ ഡി എഫ് എന്ന് പറഞ്ഞാൽ നമ്മൾ എടുത്ത് മാറ്റിയ അല്ലെ, റിമൂവ് ചെയ്ത സോയിലാണ്. അപ്പോൾ റിമൂവ് ചെയ്ത സോയിലും ആ ബിൽഡിംഗ് എക്സേർട്ട് ചെയ്യുന്ന പ്രഷറാണ് ക്യൂ ബൈ എ. ഇത് രണ്ട് ഈക്വൽ ആണെന്നാണ് പറയുന്നത്. അപ്പൊ ക്യൂ ബൈ എ ഈസ് ഈക്വൽ ടു എന്താണ്, നെറ്റ് ബെയറിംഗ് പ്രഷർ ക്യൂ ബൈ എ ഈസ് ഈക്വൽ ടു ഗാമ ഡി എഫ് അല്ലേ. ക്യൂ ബൈ എ എന്ന് പറയുന്നത് അവിടുത്തെ അൾട്ടിമേറ്റ് ബെയറിംഗ് പ്രഷർ, ഗാമ ഡി എഫ് നമ്മൾ റിമൂവ് ചെയ്ത സോയിലിന്റെ പ്രഷർ. ഇത് രണ്ടും ഈക്വൽ ആണെങ്കിൽ എന്താണ് നെറ്റ് ബെയറിംഗ് പ്രഷർ എന്ന് പറഞ്ഞാൽ 0 ആയി. ദെൻ സെറ്റിൽമെന്റ് ഓഫ് ദ ബിൽഡിംഗ് വിൽ ബി 0. ഓക്കെ, അപ്പോൾ ആ കേസിൽ നമ്മൾ എന്താ പറയുക, ഫുള്ളി ഫ്ലോട്ടിംഗ് ഫൗണ്ടേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ചില കേസസിൽ എന്താണ് ക്യൂ ബൈ എ ഗ്രേറ്റർ ദാൻ ഗാമ ഡി എഫ് ആയിരിക്കും. ക്യൂ ബൈ എ ഗ്രേറ്റർ ദാൻ ഗാമ ഡി എഫ് ആയിരിക്കും. ഓക്കെ, അതായത് കംപ്ലീറ്റ് റിമൂവ് ചെയ്ത സോയിലിനേക്കാളും വെയിറ്റ് ആയിരിക്കും നമ്മുടെ ബിൽഡിങ്ങിനെങ്കിലും. അതായത് കംപ്ലീറ്റ് അത് ഇക്വലന്റ് ആകുന്നില്ല. ഓക്കെ, അപ്പോൾ എന്താണ് പാർഷ്യൽ ഫ്ലോട്ടിംഗ് ഫൗണ്ടേഷൻ ആണ്. ഓക്കെ, പാർഷ്യലി മാത്രമേ നമുക്ക് ആ ബിൽഡിങ്ങിന്റെ വെയിറ്റ് ഇതുമായിട്ട് വരുന്നുള്ളൂ. അതിനെ പറയുന്നതാണ് പാർഷ്യലി ഫ്ലോട്ടിംഗ് ഫൗണ്ടേഷൻസ്. ഓക്കെ, പാർഷ്യലി ഫ്ലോട്ടിംഗ് ഫൗണ്ടേഷന്റെ എന്താണ് ഫാക്ടർ ഓഫ് സേഫ്റ്റി കണ്ടുപിടിക്കുന്ന ഒരു ഇക്വേഷൻ കൊടുത്തിട്ടുണ്ട്. F is equal to ultimate bearing capacity divided by net bearing pressure. It is equal to QN2 divided by Q by A minus gamma dF. ഓക്കെ, അപ്പോൾ നമുക്ക് ഇത്രയാണ് ഫ്ലോട്ടിംഗ് ഫൗണ്ടേഷനിൽ വരുന്നത്. അപ്പോൾ ഫ്ലോട്ടിംഗ് ഫൗണ്ടേഷനിൽ വരുന്ന ഇക്വേഷൻ ഓർത്തിരിക്കുക, നെറ്റ് ബെയറിംഗ് പ്രഷർ QN. ഇവിടെ വരുന്ന നെറ്റ് ബെയറിംഗ് പ്രഷർ QN എന്ന് പറഞ്ഞാൽ 0 ആയിരിക്കും. ഓക്കെ, QN ഇക്വേഷൻ നമ്മൾ പറഞ്ഞിട്ടുള്ളൂ, ക്യാപിറ്റൽ Q ബൈ എ, അതായത് അൾട്ടിമേറ്റ് ബെയറിംഗ് കപ്പാസിറ്റി മൈനസ് ഗാമ ഡി എഫ്. ഗാമ ഡി എഫ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എന്താണ്, ഡി എഫ് ഡെപ്തിൽ ഉള്ള സോയിലിന്റെ പ്രഷറാണ് അല്ലെ, സോയിൽ എക്സേർട്ട് ചെയ്യുന്ന പ്രഷറാണ്, വെർട്ടിക്കൽ പ്രഷറാണ് ഗാമ ഡി എഫ് എന്ന് പറഞ്ഞാൽ. ഓക്കെ, അത് രണ്ടും ഈ കൂടെ ഈക്വൽ ആണ്. അപ്പം എന്താണ് QN ഈസ് ഈക്വൽ ടു 0 വരുന്നത്. അപ്പോൾ അതും കൂടെ നോട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഫ്ലോട്ടിംഗ് ഫൗണ്ടേഷൻസും റാക്ക് ഫൗണ്ടേഷൻസും ക്ലേ ആൻഡ് സാൻഡ്, അതാണ് നമ്മൾ നോക്കിയത്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കും. ഓക്കെ.